ഹായ് ഗൈസ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് നമ്മുടെ ബ്ലോഗ് ഡേറ്റിനെക്കുറിച്ചാണ്. ഒന്നല്ല, നിങ്ങൾക്ക് പലർക്കും അറിയാം, അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്നതാണ്. അരികെ എന്നാണ് ഈ ആപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ചാനൽ മറക്കാൻ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ പലർക്കും ജോലി കിട്ടാത്തതുകൊണ്ട് ഓരോരോ ബുദ്ധിമുട്ടും ഓരോരോ വേദനകളും ഒക്കെ അനുഭവിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ഞാൻ സഹായിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഡേറ്റിംഗ് ആപ്പ്, അരികെ. അരികെ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയാം. നിങ്ങളുടെ കയ്യിൽ അരികെ ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സഹായിക്കാം. അപ്പോൾ അരികെ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതുവഴി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പ്ലേ സ്റ്റോറിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഗൈസ്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ ഗൈസ്, പിന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ മറക്കല്ല ഗൈസ്. അപ്പോൾ അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയ യൂസേഴ്സാണെങ്കിലും പഴയ യൂസേഴ്സാണെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആപ്പ് ഓപ്പൺ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ആപ്പിൻ്റെ അലോ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഡിവൈസിൽ ആപ്പിൻ്റെ പെർമിഷൻ അലോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങളോട് സൈനപ്പ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സൈനപ്പ് ചെയ്യാൻ ആയിട്ട് 3 ഓപ്ഷൻ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അവ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെ സൈനപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? 3 ഓപ്ഷനാണ് അവർ കൊടുത്തത്. ഒന്ന്, ജിമെയിൽ അക്കൗണ്ട് വഴി ചെയ്യാം. 2, ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ചെയ്യാം. പിന്നെ മൊബൈൽ നമ്പർ വഴി ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ചോയ്സ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ജിമെയിൽ. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ജിമെയിൽ ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി, അതല്ല നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വഴി ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ചെയ്തതിന് ശേഷം ഹോംപേജിലായി ഒരുപാട് ഗേൾസിൻ്റെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ പ്രത്യക്ഷപ്പെടും.
അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആപ്പിൻ്റെ സെറ്റിങ്സ് പോയിട്ട് എന്ത് ചെയ്യുക, ഹ്യൂമൺ എന്നുള്ളത് മെയിനാക്കി സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എല്ലാ സുഹൃത്തിൻ്റെയും പ്രൊഫൈൽ പിക്ചർ മുന്നിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ഇഷ്ടമുള്ളത് ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും ഇതിൽ ഏത് ഫ്രണ്ടിന് ആണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സുഹൃത്തിനെ വേണ്ട, സുഹൃത്തിനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സെറ്റിങ്സിൽ പോയിട്ട് ഈ മാൻ എന്ന് സെലക്ട് ചെയ്ത സംഭവം ഹ്യൂമണാക്കി എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വയ്ക്കുക. മാൻ എന്നുള്ളത് ഹ്യൂമണാക്കി സെലക്ട് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്പിൻ്റെ ഹോം പേജിൽ ഒരുപാട് ഗേൾസിൻ്റെ പ്രൊഫൈൽ പിക്ചർ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ ഇതിൽ നിങ്ങൾ ഡേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ നോക്കിക്കണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് നോക്കിക്കൊണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ക്രൈം എന്ന രീതിയിൽ നിങ്ങളെ പിടിക്കപ്പെടും. പിന്നെ നിങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ ഒരു കുഴപ്പം ഒന്നും ഉണ്ടാവില്ല. അതല്ല, നിങ്ങൾ മോശം രീതിയിലാണ് നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ക്രൈം എന്ന രീതിയിൽ നിങ്ങളെ പിടിക്കപ്പെടും. അപ്പോൾ അതിലേക്ക് പോവാണ്ട് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരുപാട് ദോഷങ്ങളും ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ രണ്ടും മിക്സിട്ടാണ് ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി യൂസ് ചെയ്യുക. ഒരുപാട് നമുക്ക് പരിചയമില്ലാത്ത ആളുകളും പരിചയമില്ലാത്ത ഗേൾസുകളും ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ പരിചയപ്പെടാം. അത് ഗേളാണെങ്കിലും ബോയാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പരിചയപ്പെടാം. അവരായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ സംഭാഷണം ചെയ്യുക, അവരുമായിട്ട് പൊരുത്തപ്പെടുക, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ഇത് നല്ല രീതിയിൽ ഇതുപോലെ ഒരുപാട് ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. അപ്പോൾ അതും ഇതുപോലെ നിങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മോശം രീതിയിൽ ചെയ്യപ്പെടും, ക്രൈം ചെയ്യപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യും, പോലീസുകാരെ പിടിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നല്ല ആൾക്കാരായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നല്ല രീതിയിൽ ചീത്ത ഇതിലൊന്നും പെടാതിരിക്കുക. നല്ല ആൾക്കാരായിട്ട് നിങ്ങൾ സംസാരിക്കുക, വോയിസ് മെസ്സേജ് ചെയ്യുക, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കാനോ വോയിസ് മെസ്സേജ് അയക്കാനോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ചെറിയൊരു ചാർജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാർജിൻ്റെ സംഭവം നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോയുടെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. അത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ഒരെണ്ണം നോക്കി നിങ്ങൾ റീചാർജ് ചെയ്യുക. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് സംഭവം ആണെങ്കിൽ 1000 രൂപയുണ്ട്. അപ്പോൾ അത്രയും രൂപ കൊടുത്ത് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കണം.
ടെസ്റ്റ് മെസ്സേജ് അയക്കണം, മെസ്സേജ് അയക്കണം അതിനുള്ളൊരു പൈസ ഓർക്കുക. ഇത്ര ഇതിൽ ചെയ്യുന്നു, ഇത്ര ഇതിൽ റീചാർജ് ചെയ്യണോ എന്നുള്ളത് ആലോചിച്ച് എന്ത് ചെയ്യുക, റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക. പൈസയാണ് അപ്പോൾ ഇത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണോ അതോ പൈസ കുറവ് ഉള്ളത്, ഇത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണോ അതോ പൈസ കുറവുള്ള ഇതിൽ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റീചാർജ് ചെയ്യുക. അങ്ങനെ നമുക്ക് ശരീരം കൂളായിരിക്കാൻ നിങ്ങൾക്കൊരു സുഖത്തിന് വേണ്ടി സുഖത്തിന് കിട്ടിയ എന്തൊരു സുഖമാണെന്നറിയോ. വരും അരികെ ആറ്റിലേക്ക് നിങ്ങൾക്ക് ഒരു സുഹൃത്തിന് നേടാം. അത് ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ അരികെ ആപ്പിൽ നിന്ന് നേടാൻ സാധിക്കും. ഈ അരികെ ആപ്പ് ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ പൈസ കൊടുത്താലേ അതിൻ്റെതായിട്ട് മെസ്സേജ് അയക്കാനും ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനും വോയിസ് മെസ്സേജ് അയക്കാനും പറ്റൂ. അത് അൺലിമിറ്റഡായിട്ട്. അപ്പോൾ അതിന് ഒരു റീചാർജ് ഉണ്ട്. ആ സംഭവം ഞാൻ എൻ്റെ വീഡിയോയുടെ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ റീചാർജ് ചെയ്യുക. അപ്പോൾ അൺലിമിറ്റഡായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കണമെങ്കിലും വോയിസ് മെസ്സേജ് അയക്കണമെങ്കിലും ഇതിലൊരു ചാർജ് റീചാർജ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീനിൽ നോക്കി റീചാർജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അൺലിമിറ്റഡായിട്ട് മെസ്സേജ് ചെയ്യുക. അത് നല്ല കൂട്ടുകാരായിട്ട് നല്ല കൂട്ടുകാരായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഒരാൾ നിങ്ങൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യും. അങ്ങനെ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചൂസ് ചെയ്ത് ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആളെ മാച്ച് ചെയ്യാനായിട്ട് കിട്ടും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. ആൾ മാച്ചായിട്ട് നിങ്ങൾക്കൊരു ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അരികെ ആപ്പ് നിങ്ങൾക്ക് 100% യൂസ്ഫുള്ളാണ്. യാതൊരുവിധ നെഗറ്റീവ് എന്ന സംഭവമില്ല. നെഗറ്റീവ് ഉണ്ട്. അത് അപ്പോൾ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമുക്കിനി നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരെയും ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗിൽ നിന്ന് സമാധാനത്തോടും സ്നേഹത്തോടും ദുഃഖത്തോടും കൂടി ഇരുന്ന് കേട്ടതിലും ഇരുന്ന് കണ്ടതിനും എന്തെല്ലാ സഹോദരന്മാർക്കും എന്തെല്ലാ സഹോദരിമാർക്കും വേണ്ടി ബൈ ബൈ. സീ എല്ലാവരും ഈ അരികെ ആപ്പ് യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്പ് ഞാൻ അടുത്ത ദിവസം ഞാൻ ആയി വരാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നല്ലോണം പഠിച്ചതിന് ശേഷമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഡേറ്റിംഗ് ആപ്പായിട്ട് വരികയുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു അടുത്ത വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം നല്ലതാണ് എന്ന് എനിക്കറിയില്ല. കാരണം ഓഡിയൻസാണ് ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും എന്തായാലും ലഭിക്കണം.
ഇത് അടുത്ത് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത്ര നന്നാവണമെന്നില്ല. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ സംഭവം നിങ്ങൾ ഫോളോ ചെയ്യാൻ അധികം മോശം രീതിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അത്രയുള്ള കാര്യങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ശരിക്കും നമുക്കിനി നമുക്കിനി അടുത്ത വീഡിയോ അതുവരെയ്ക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ഇരുന്ന് കണ്ടതിനുമായുള്ള സഹോദരന്മാർക്കും എന്നല്ല സഹോദരന്മാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ.